ഹലോ, ഇന്ന് നമുക്കാണ് ലഞ്ച് ബോക്സ് നോക്കിയാലോ. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഇവനെ നിർത്താത്തത് കൊണ്ട് ഇവന് ചോറിൻ്റെ അളവൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ഇവൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കൂടുതലിടും കേട്ടോ. അപ്പോൾ കഴിച്ചോളൂ എന്ന് വിചാരിക്കും. വരുമ്പോഴത്തേക്കും വഴക്ക് പറയത്തുള്ളൂ, ഇന്ന് ചോറ് കുറച്ച് കൂടുതലായിരുന്നു എന്നുണ്ട്. നിൽക്കുന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ഇങ്ങനെ രണ്ടാമത് തിരിച്ചിടിപ്പിക്കും. പക്ഷേ ഇന്ന് ഞാൻ പറയണം, നല്ല ടേസ്റ്റുള്ള കറികളാണ്, നിനക്ക് മിസ്സാവും കേട്ടോ, കാരണം ചോറ് തികയത്തില്ല എന്ന് പറയും. അപ്പോൾ പിന്നെ മിണ്ടിയില്ല. ഇത് കറി എന്ന് വെച്ചാൽ ഇതാണ്, നമ്മുടെ അച്ചിങ്ങയില്ലേ, നല്ല നമ്മുടെ തന്നെ എണ്ണ ആയതുകൊണ്ട് എണ്ണയ്ക്കകത്തിട്ടിട്ട് ഇങ്ങനെ വറവല് പോലെ ആക്കിയെടുക്കും. എന്നിട്ട് അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയും, ഭയങ്കര നിസ്സാരം, പിന്നെ ഒരു പച്ചമുളക് എരിഞ്ഞിടണം കേട്ടോ. അപ്പോൾ അടിപൊളിയായിരിക്കും. അങ്ങനെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ സംഭവത്തിന് ഞാൻ കഴിച്ചപ്പോഴത്തേക്കും. അതുകൊണ്ടാണ് ചോറ് കുറച്ച് കൂടുതൽ വെച്ചത്. അത്ര കൂടുതലൊന്നും പറയാനില്ല, അതിൻ്റെ കണക്കിന് ഒരു തവി കൂടുതൽ, ഒരു തവിയില്ല, ഒരു പിടി എന്തോ കൂടുതലുണ്ട്. അപ്പോൾ പുള്ളിക്കൊന്നും വലിയ ഇഷ്ടപ്പെട്ടില്ല. എന്നാലും പിന്നെ കറി നല്ലതായതുകൊണ്ട് കുഴപ്പമില്ല വെച്ചതെന്ന് പറയും. പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തായാലും മീൻ വറുത്തതായിരിക്കും. മീൻ എന്തെങ്കിലും, മീനോ മുട്ടയോ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ പിന്നെ നമ്മുടെ സിലോപ്പിയില്ലേ, അത് നന്നായിട്ട് റോസ്റ്റല്ല, വറുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ, ഇത്തിരി ഉണ്ടല്ലേ, ഇത്തിരി എന്ന് പറഞ്ഞാൽ ദായി കാണുന്നത്രേ ഉള്ളൂ, വെളുത്തുള്ളി അച്ചാറാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, അമ്മച്ചി ഇട്ടതാണേ. നല്ലത് കാണുമ്പോഴേ കൊതി വരും, കാരണം അത്ര രുചിയാണ്. അപ്പോൾ തല കയറാത്തൊരു സ്പൂൺ ഇട്ടിട്ട് ഇങ്ങനെ കുത്തിയാൽ നല്ല നടക്കുമെന്ന് ഇടിച്ച് ഞാൻ പറഞ്ഞാൽ, ഇനി എന്ത് ചെയ്യും, അപ്പം വാലിട്ട് കോരിക്കുമെന്ന് പറഞ്ഞു. അതായത് അതിൻ്റെ ആ വാല് മീൻസ് അതിൻ്റെ എന്താ പറയുക, പിടിയില്ലേ, അത് വെച്ച് കോരുന്നു പറഞ്ഞു. അപ്പോൾ ഇവന് വല്ല കിട്ടുമോ, കിട്ടും നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രശ്നമില്ല, ആവശ്യത്തിന് അച്ചാർ എന്ന് പറയുമ്പോൾ കുറച്ച് മതിയല്ലോ. പിന്നെ ഞാൻ ഭയങ്കര പിശുക്കിയാണ്, കാരണം അച്ചാർ അത്രയല്ലേ ഉള്ളൂ അത് വെച്ചിട്ട്. പിന്നെ ഇത് നമ്മുടെ ജിൻസൺ ചേട്ടൻ്റെ കോഴിമുട്ടയാണ് കേട്ടോ. ആകെ നമ്മുടെ കുന്നിക്കുരു ഇല്ലേ, അതിൻ്റെ അത്ര വലിപ്പമുള്ള മുട്ടയ്ക്ക്. പക്ഷേ മുട്ട അടിപൊളിയാണ്, നാടൻ മുട്ടയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് നമ്മുടെ ഫാമിൽ നിന്ന് കിട്ടുന്ന തന്നെ. നമ്മുടെ ഫാമല്ല, ജിൻസൺ ചേട്ടൻ്റെ ഫാമാണ്. സംഭവം എന്നാലും അടിപൊളിയാണ്. അപ്പോൾ നെക്സ്റ്റ് വീട്ടിൽ കാണുന്നവരെ ബൈ ബൈ.